സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞമ്മൈട്ടി. സോ ഗൈസ്, നമ്മൾ ഇന്നൊരു നമ്മുടെ ഈ ഫുട്ബോൾ ലീഗിൻ്റെ ഒരു ഗെയിം പ്ലേ എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഞാനിതാ ഡിവിഷൻ 1 അടിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാം, 50 വിൻ, 40 ഡ്രോ, 41 ലോസ്. അവസാനത്തെ 5 കളിയെ ഞാൻ തോറ്റിട്ടില്ല. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിവിഷൻ 1 അടിച്ചത്. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഡിവിഷൻ 1 അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെയിം പ്ലേ ചെയ്യാമെന്ന് വെച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് രണ്ട് കളി കളിക്കാം ഗൈസ്. അപ്പോൾ ഗെയിം പ്ലേ നമുക്ക് ചെയ്യാം. രണ്ട് കളി. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒപ്പോണൻറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഡിവിഷൻ 1 അടിക്കുന്നത്. അപ്പോൾ അത് എനിക്കൊരു സന്തോഷകരമായ നിമിഷമാണ്. ഇപ്പോൾ ഞാൻ കളിക്കുന്ന ഈ കളി ഞാൻ തോറ്റു കഴിഞ്ഞാൽ 1800 നിൽക്കും. പിന്നെ ഞാൻ ഡിവിഷൻ കളിക്കില്ല ഗൈസ്. പിന്നെ ഞാൻ ഡിവിഷൻ ഈ ഫേസ് കഴിയണ വരെ കളിക്കില്ല. അടുത്ത ഫേസിലായിരിക്കും കളിക്കുക. എന്ന് വെച്ചാൽ പിന്നെയും തോറ്റാൽ എൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ എനിക്കൊരു ഫേസിൽ ഡിവിഷൻ 1 നിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കളി തോറ്റാൽ പിന്നത്തെ കളി കളിക്കില്ല. കളി ജയിച്ചാൽ പിന്നെ കളിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഈ കളി തോറ്റാലും നമ്മുടെ ക്വിക്ക് മാച്ച് എടുത്ത് കളിച്ച് അടുത്ത കളിയും കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട് 42 ലോങ് ബോൾ കൗണ്ടർ, 3209 ബെക്കൻ ബോവർ. നല്ല ടീമൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ ലൈക്ക് അടിച്ചിരുന്നില്ല, ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ 10K ഫാമിലി ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ റെഡി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓപ്പോണൻറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഗൈസ്, ഓപ്പോണൻറ്റ് അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ കളി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ കളി എന്ത് വില കൊടുത്തായാലും ഈ കളി ജയിച്ചേ പറ്റൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ജയിച്ചേ തീരൂ. അപ്പോൾ ഇവിടെ കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ആരുടെ ടച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ടച്ചിലാണ് കളി തുടങ്ങുന്നത് ഗൈസ്. ഓക്കെ, ഹാളൻഡ്, ജോഡി ആൽബ, ഹാളൻഡിക്ക്. ഓക്കെ, സ്കോൾസ്. ഓക്കെ ഗൈസ്, പുറത്തേക്കാണ് പോയത്. അപ്പോൾ ആദ്യത്തെ അടി തന്നെ നമ്മൾ വെളിയിലോട്ട് അടിച്ചിട്ടുണ്ട്. നമ്മുടെ കോച്ച് കുറച്ച് ശുഭിതനായിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ കഴിച്ച് നമുക്ക് ജയിക്കാൻ പറ്റുമോ. എന്തായാലും ജയിച്ചേ പറ്റും, അല്ലെങ്കിൽ ഡിവിഷൻ ഗെയിം പ്ലേ ഇനി അടുത്ത ഫേസിൽ ഉണ്ടാവുള്ളൂ കേസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ജയിക്കണം, നന്നായി ഡിഫെൻഡ് ചെയ്യണം. ഗോൾ മേടിക്കാൻ പാടില്ല. ഗോൾ അടിച്ചില്ലെങ്കിലും ഗോൾ മേടിക്കാൻ പാടില്ല. അതാണ് നിങ്ങളെപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കുന്നതാ. ഗോൾ നമ്മൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഗോൾ മേടിക്കാൻ പാടില്ല. മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഗൈസ്, ഞാൻ പെട്ടുവെന്ന് വെച്ചു. അത് ഭാഗ്യം പോയില്ല. നെറ്റ് കുറച്ച് സ്ലോ ഉള്ള പോലെ. വൈഫൈ ഡബിൾ ടച്ച്. ഓക്കെ, ഡബിൾ ടച്ച് ആൻഡ് കേൾ. ഗൈസ്, കേൾ അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ നമ്മൾ സ്കില്ലിട്ട് കയറിയതായിരുന്നു, പക്ഷെ വർക്കായില്ല ഗൈസ്. ഓക്കെ, ഡൊണാഡോണിയുടെ ഒരു ആക്സലറേഷൻ. ഓക്കെ, നമ്മുടെ വിൽസൺ അവിടെ മാച്ചപ്പ് ചെയ്ത് നിന്നു. കൃത്യമായിട്ട് നമുക്ക് പന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വില്യം പാച്ചോൻ്റെ വക ഇൻ്റർസെപ്ഷൻ. ഓക്കെ, ബെറ്റിസ്റ്റൂട്ട റണ്ണിയുണ്ട് ഗൈസ്. ബെറ്റിസ്റ്റൂട്ടയിലോട്ട് ഒരു പാസ്. ബെറ്റിസ്റ്റൂട്ടയ്ക്ക് തിരിച്ച് നൽകാൻ കഴിഞ്ഞില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗൈസ് വീണ്ടും പോയി. ഓക്കെ വീണ്ടും പോയി. ക്ലിയർ ചെയ്തിട്ടുണ്ട് അവൻ. ബെക്കൻ ബോവർ. ഗൈസ്, മിസ് പാസ്. ഇതെന്തായാലും ഗോളാവും തോന്നുന്നുണ്ട്. മിസ് പാസ് ഇട്ടാൽ ഗോളാണ് ഗൈസ്. മിസ് പാസ് മാക്സിമം നമ്മൾ ഒഴിവാക്കണം. മാത്യൂസിലോട്ട് കിട്ടിയില്ല ഗൈസ്. ഡൊണാഡിയോണിയുടെ ഒരു ഇൻ്റർസെപ്ഷൻ. ഓക്കെ, ഹാളൻഡ് റണ്ണിങ്. ഗൈസ്, റിക്കാർഡോ ഫെറിൻ്റെ വക. ഓക്കെ, ബെറ്റിസ്റ്റൂട്ടയുടെ റൺ. ഓക്കെ, പാച്ച് നല്ല. സോറി. ഓക്കെ, ഗൈസ്, ഞാൻ പാച്ചെടുത്തോന്നു. പാച്ചെടുത്തില്ല ഗൈസ്. അത് നമ്മൾ മണ്ടത്തരം ചെയ്തു ഗൈസ്. ലോത്തർ മത്തൗസ് പന്തെടുക്കും. ഓക്കെ, കിട്ടിയിട്ടില്ലേ? ഓഫ് സൈഡ് അല്ലേ? ഓഫ് സൈഡ്. ഓക്കെ, ഓഫ് സൈഡ് ഉണ്ട്, കുഴപ്പമില്ല. നേരത്തെ നല്ലൊരു അവസരമായിരുന്നു കേട്ടോ. ഞാൻ വില്യം പാച്ച് കൊടുത്തു തോന്നുന്നു. അയച്ചത് എടുത്തില്ല.
ഓക്കെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുവരെ 0-0 ആണ്, 0-0. ഓക്കെ, അപ്പോൾ നമ്മുടെ പോർച്ചുഗൽ ക്രൊയേഷ്യയുടെ ഒപ്പം ജയിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പോർച്ചുഗൽ 2-1 ജയിച്ചു. അവസാന നിമിഷത്തിൽ ഹെഡ് ഗോൾ അടിച്ച് ജയിച്ചിട്ടുണ്ട്. നമ്മുടെ ഗൊൺസാലോ റാമോസിൻ്റെ വകയായിരുന്നു പോർച്ചുഗലിലെ വിജയ ഗോള്. അപ്പോൾ പോർച്ചുഗൽ ഇതാ ഇനി അടുത്തത് സ്പെയിൻ എന്ന വൺ ടീമിൻ്റെ ഒപ്പമാണ് കളി വരുന്നത്. സ്പെയിൻ്റെ ഒപ്പം പോർച്ചുഗലിലെ കളി സ്പെയിൻ്റെ ഒപ്പം കളിച്ച് കഴിഞ്ഞാൽ കായില്ല ഗൈസ്. ഓ ഗൈസ്, അത് മണ്ടത്തരം ചെയ്തു ഗൈസ്. സ്പെയിൻ്റെ ഒപ്പം പോർച്ചുഗലിൽ കളി പോരാ. സ്പെയിൻ ഇന്നലെ 3-0 ജയിച്ചിട്ടുണ്ട് ഗൈസ് ഓസ്ട്രിയയുടെ ഒപ്പം. സ്പെയിൻ നല്ല കളിയാണ്, നല്ല ടീമാണ് സ്പെയിൻ. സ്പെയിനെ തോൽപ്പിക്കണമെങ്കിൽ നല്ല കളി കളിക്കണം പോർച്ചുഗൽ. ഗൈസ് നമ്മളിവിടെ ഹാഫ് ടൈം മിസ്സിലിൻ്റെ അടുത്താണ് നമ്മൾ. ഓ ഗൈസ്, നല്ല സ്പേസ്. ഹവർട്സിൻ്റെ ഒരു സ്റ്റണ്ടിങ് വരും ഇപ്പോൾ. ഓക്കെ, അഡ്മിൽസിൻ്റെ ഒക്കെ കുത്തൽ. ഓക്കെ ഗൈസ്, നമ്മൾ പണി ഓ ഗൈസ് ഭാഗ്യം. നമ്മുടെ ബറേസിയൻ പൊസിഷൻ, ബറേസിയാണ് പന്ത് കളഞ്ഞ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ബറേസിയൻ പൊസിഷനായിരുന്നു, അതുകൊണ്ട് സീൻ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഓക്കെ, കോർണർ അവർ അടിക്കാൻ പാടില്ല. കോർണർ ഗോളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിക്കും ഗൈസ്. വെറുതെ ഗോൾ മേടിക്കുന്ന ഒരു അവസ്ഥയാവും. നല്ല പ്ലെയറാണ് കേട്ടോ ഗൈസ്. നമുക്ക് അങ്ങനെ സമ്മതിച്ചിട്ടില്ല. അവൻ മര്യാദയ്ക്ക് നമ്മൾ അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല, ചെറുതായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തു, എന്നാലും അത്ര വലിയ അറ്റാക്കാവോ ഗൈസ് മാച്ചപ്പ്. ഓക്കെ, ഹാഫ് ടൈമിൻ ഈ ഫുട്ബോൾ സ്റ്റേഡിയം ഇറ്റ്സ് 0-0 അറ്റ് ഹാഫ് ടൈം. നമ്മുടെ സബ് കൊണ്ട് നമുക്ക് ലിയാൻഡ്രോ, നമ്മുടെ ട്രൊസാർഡ് വരും ഗൈസ്. ഇനി ട്രൊസാർഡിൻ്റെ കളികൾ കാണാം നമുക്ക്. ഹാളൻഡിൻ്റെ പരം റൗൾ, ഡൊണാഡോണി, നഗാട്ടോമോ, അക്കഞ്ചി. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ, ഡിഫെൻസീവ്. ഓക്കെ, തുടങ്ങാൻ കഴിയും. ഓക്കെ, നമ്മൾ 5 ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ചേഞ്ച് വരുത്തിയൊന്നുമില്ലോ എന്ന് അറിയില്ല, നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഇത് സെക്കൻഡ് ഹാഫ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേസ്. ഓക്കെ, ആൻഡ്രി ഷെവ്ചെങ്കോൻ്റെ ടച്ചിലാണ് സെക്കൻഡ് ഹാഫിന് തുടക്കം. ഓക്കെ, അവൻ ഫേക്കൊക്കെ ഇടുന്ന ആളാണ് കേസ്. അപ്പോൾ നല്ല പ്ലെയറാണ്, ഫേക്ക് ഷോട്ട് ഇടുന്ന ആരാണ്, അവരൊക്കെ നല്ല കളിക്കാരാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലിരിപ്പ്. ഇനി അത് ഓക്കെ, ലിയാൻഡ്രോ ട്രൊസാർഡ് നല്ലൊരു ബോൾ. ഓ, റിക്കാർഡോ ഫെറി നല്ല ഡിഫൻഡറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. ഓക്കെ, റൗൾ വിടൂ. ഓക്കെ, നല്ലൊരു മാച്ചപ്പ് ആട്ടോ കേസ്. അവൻ നല്ല കളി തന്നെയാണ്, പക്ഷെ ഇടയ്ക്ക് അവനൊരു മിസ് പാസ് ഉണ്ട്. ഓക്കെ, കൈസൈഡൊക്കെ കിട്ടിയില്ല കേസ്. ഓക്കെ, എഡ്മിൽസനും കിട്ടിയില്ല. ഓക്കെ, ഹവർട്സ്. ഓക്കെ, ഡൊണാഡോണി, ഹവർട്സ്. ഓക്കെ, എടുത്തിട്ടുണ്ട്. അക്കഞ്ചിയുടെ ക്ലിയർ. അക്കഞ്ചി ക്ലിയർ ചെയ്തില്ല. അക്കഞ്ചിക്ക് എന്താ ഹൈറ്റ്. ഓക്കെ, ഹവർട്സ്. ഓക്കെ, ഓ ഭാഗ്യം, ക്ലിയർ ചെയ്തു ഗൈസ്. ഞാൻ അവിടെ പണി കിട്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മുടെ ഗൈസൈഡോൻ്റെ ഇൻ്റർസെപ്ഷനാണ് നമ്മൾ കണ്ടത്. ഓ, അത് ഒരു മോശം കളിയായിരുന്നു, അത് വേണ്ടായിരുന്നു. ഓക്കെ, റൈറ്റ് കൊണ്ടാണ് ജയസ് ചെയ്തത്, ലെഫ്റ്റ് കൊണ്ട് ഔട്ട് സൈഡ് കളില്ല എന്നുണ്ട്, അതാണ് ചെയ്യാൻ ഞാൻ. ഓക്കെ, എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നല്ലൊരു ഡിഫെൻഡിങ് അവിടെ കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മാർസൽ ബൂം ഗൈസ്, ഇറ്റ്സ് റൗൾ ബാങ്ങർ. മാർസൽ ഇട്ടു ഗൈസ്. റൗളിൻ്റെ മാർസൽ സ്കില്ല് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്, ഉണ്ടെന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ 1-0 ആക്കിയിട്ടുണ്ട്. റൗളിൻ്റെ നൈസ് സ്കില്ലിട്ടുള്ള ഒരു ഗോളായിരുന്നു നമ്മളവിടെ കണ്ടത്. ഓക്കെ, അവൻ്റെ വക അറ്റാക്ക് റോബർട്ടോ ഡൊണാഡോണി. ഓക്കെ ഗൈസ്, എഡ്മിൽസൺ നല്ല ആങ്കർമാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് എഡ്മിൽസൺ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അവൻ്റെ മാച്ചപ്പ് റെഡി ആയിട്ടില്ലത്. ഓക്കെ, ട്രൊസാർഡിൻ്റെ വക റൺ. ഓ ഗൈസ്, റണ്ണ് നമ്മൾ ത്രൂ ഇടുമ്പോഴേക്ക് അവനൊരു മാർക്കിങ് നമ്മളവിടെ കണ്ടു. ഓക്കെ, എഡ്മിൽസനെ കിട്ടിയില്ല. കൈ ഹവർട്സ് ഫേക്ക് ഷോട്ട്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ കൈസൈഡോ ഓക്കെ ഗൈസ് മിസ് പാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഗോൾ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല ഗൈസ്, നമ്മുടെ ബറേസി എൻ്റെ വിശ്വസ്തനായ ഒരു ഡിഫൻഡറാണ് ഗൈസ്. ബറേസി ഒരിക്കലും എന്നെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, റൗളിൻ്റെ നല്ലൊരു റണ്ണാണ് നമ്മളവിടെ കണ്ടത്. ഓക്കെ, ലിയാൻഡ്രോ ട്രൊസാർഡ്. ഓക്കെ ഗൈസ്, ട്രൊസാർഡ് ഉള്ളി കൂടെയൊക്കെ കാലിട്ട് അടിച്ചിട്ടുണ്ട്. എന്തായാലും 2-0 ഗൈസ്. അപ്പോൾ ലിയാൻഡ്രോ ട്രൊസാർഡും റൗളിൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ 2-0 ഈ കളി നമ്മുടെ കയ്യിൽ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കഴിഞ്ഞ 6 കളിയായിട്ട് അപ്പോൾ നമ്മൾ തോൽക്കില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റണ്ണ്. ഓ ഗൈസ്, കിട്ടിയില്ല. കൈസൈഡോ മുന്നിലാണല്ലോ ഗൈസ്. എഡ്മിൽസൺ എവിടെയുണ്ട്? ഓക്കെ, കൈസൈഡോ നൈസാട്ടോ ഗൈസ്. കൈസൈഡോനെ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ കുറച്ച് കുറ്റം പറഞ്ഞെങ്കിലും കൈസൈഡോ കുറച്ച് നൈസ് കളിയാണ്. ഓ ഗൈസ്, അത് ടാക്കിൾ ചെയ്തല്ലേ, നമുക്ക് ട്രിപ്പിൾ ചെയ്ത് പോവായിരുന്നു നമ്മുടെ ലിയാൻഡ്രോ ട്രൊസാർഡ്.
ഓക്കെ കൈസൈഡൊക്കെ കിട്ടിയില്ല. ഓക്കെ അവൻ്റെ ഒരു അറ്റാക്കാണ് ലിയണൽ മെസ്സി. ഓക്കെ നഗാട്ടോ മോൻ്റെ ഇൻ്റർസെപ്ഷൻ. ഓ അത് വെറുതെ ത്രൂ കളിച്ചാണ് ഗൈസ്, വെറുതെ ത്രൂ കളിച്ചത്. ഓക്കെ കൈസൈഡോ കിട്ടിയില്ല. ഓക്കെ അവൻ ഫേക്ക് ഷോട്ടൊക്കെ വെറുതെ ഇടണം ഗൈസ്. ഫേക്ക് ഷോട്ട് അങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല ഗൈസ്, ടൈമിങ്ങിൽ തന്നെ ഇടണം. ഓക്കെ ട്രൊസാർഡ് കിട്ടില്ല ഗൈസ്. ഓക്കെ അപ്പോൾ കിട്ടി. ഓ അയ്യോ ഗൈസ് ബാക്കിൽ കൂടെ കുത്തി ഗൈസ്. പാച്ചോ അല്ല റൈക്കാർഡാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കളി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഒരു കളി ഇവിടെയൊക്കെ കളിക്കാം ഈ ഫുട്ബോൾ ലീഗിൽ തന്നെ. അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാണ്ട് ഗൈസ്, നമ്മുടെ പ്ലെയർ ഗ്രാഫിക്സും നമ്മുടെ ഈ സ്റ്റേഡിയം ഗ്രാഫിക്സും നമുക്കൊന്ന് സ്റ്റാൻഡേർഡിൽ ഇട്ടാലോ. അത്ര സ്റ്റാൻഡേർഡിൽ ഇടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ലാഗ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഇടാത്ത. പക്ഷേ ഇനി കുഴപ്പമില്ല, എന്തായാലും ഇടാം. ഇട്ട് നോക്കാം, കളിച്ചോക്കാം, ലാഗ് ഉണ്ടോ നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു കളി ഇവിടെ കളിക്കാം. നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേസ്. നമ്മുടെ കുഞ്ഞൻ വൈറ്റി എന്നാണ് നമ്മുടെ പേര്, കുഞ്ഞൻ വൈറ്റി. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത കളി തുടങ്ങാം ഗൈസ്. ലാസ്റ്റ് ഗെയിം കളിക്കാം ഇന്നത്തെ. അപ്പോൾ ഒപ്പോണൻ്റ് ആരാന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പോർച്ചുഗലിലെ കേസ് ഞാൻ പറഞ്ഞു, സ്പെയിൻ ജാതി കളിയാണ്. ഓക്കെ അപ്പോൾ നമ്മളൊരു അർജൻറ്റീന ഫാനാണ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. അപ്പോൾ ഇന്ന് അർജൻറ്റീനയുടെ കളിയുണ്ട്. അപ്പോൾ നോക്കാം. ഇന്ന് കാബോ വെർഡെ ആയിട്ട് തോൽക്കുമെന്നൊക്കെ മറ്റേ ഗാനയിലത്തെ മന്ത്രവാദിയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫേക്ക് ആവും ഗൈസ്. അർജൻറ്റീന എന്തായാലും ജയിക്കും. അപ്പോൾ നമ്മൾ ഓൾവേസ് ഫോഴ്സ്. അപ്പോൾ പോർച്ചുഗൽ ഫാനായിട്ടാണ് നമ്മൾ കളിക്കാൻ വന്നത്. ഓൾവേസ് ഫോഴ്സ് എന്നാണ് അവൻ്റെ പേര്. ഓക്കെ അപ്പോൾ റൊണാൾഡോ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ ഫോമിനൊന്നും കുഴപ്പമില്ല. ഓക്കെ റൊണാൾഡോ അല്ലല്ലോ ഗൈസ്. 42 ലോങ് ബോൾ കൊണ്ട് 126. റൊണാൾഡോ ഇല്ല ഗൈസ്. റോബർട്ടോ മാർട്ടീനസ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും ഓക്കെ അവൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസാണ് ഇപ്പോൾ പോണതിൽ ഏറ്റവും ബെസ്റ്റ് ടീം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പെയിൻ, അത് കഴിഞ്ഞിട്ടൊക്കെ ഇംഗ്ലണ്ട്, അർജൻറ്റീനയും പോർച്ചുഗലൊക്കെ, ബ്രസീലും അത്ര വലിയ കളിയെന്ന് പറയാനില്ല. ബ്രസീൽ ജപ്പാൻ്റെ ഒപ്പം സെക്കൻഡ് ഹാഫിൽ കളിച്ചു, പക്ഷെ എന്നാലും ഒരു പോരാ കളി. നമ്മുടെ സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇല്ല എന്നാണ് പറയാൻ. ഫ്രാൻസ് ആകുമ്പോൾ ഡിഫൻസും ഉണ്ട് അറ്റാക്കും ഉണ്ട്, അതാണ് ഫ്രാൻസിൻ്റെ പ്രത്യേകത. സ്പെയിനായാലും ഇതുവരെ ഗോൾ മേടിച്ചിട്ടില്ല ഈ വേൾഡ് കപ്പിൽ. പക്ഷെ എന്നാലും ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഒരു ടീം വേറെ ലെവൽ ടീമായി. അപ്പോൾ ഹാളൻഡ്. ഓക്കെ ഹാളൻഡ് കുത്തിയിട്ട് ഡബിൾ ടച്ച്. ഓക്കെ ഓക്കെ ഓ ഗായ്സ് ഡീട്ടാ നിൽക്കുമായിരുന്നു ഗൈസ്. പക്ഷെ അത് പോസ്റ്റ് അടിച്ച ഗൈസ്, നല്ലൊരു കേളായിരുന്നു. ബെറ്റിസ്റ്റൂട്ടയുടെ വക നല്ലൊരു കേളായിരുന്നു. ഓക്കെ റണ്ണ് വന്നു. ഓക്കെ ജോഡി ആൽബ കറക്റ്റ് മാർക്കിങ്, വെൽ മാർക്കിങ് ജോഡി ആൽബ. എന്തായാലും ഞാൻ ഷുവർ ഗോളാന്ന് വിചാരിച്ചു പോയത് പെട്ടെന്ന്. ഓക്കെ കൈസയുടെ പണി തരുന്നു. കൈസയുടെ വക ഒരു പണി. കിസാൻ ഹ്യൂങ്മിൻ, ജോഡി ആൽബ മെസ്സിനെ മെസ്സി അടിയതോ ഗൈസ്. ചരിത്രം ലിയോ മെസ്സി. മെസ്സിയുടെ എണ്ണം പറഞ്ഞ ബോള് ലിയോ മെസ്സി. ഓക്കെ നമുക്ക് ഡിഫെൻഡിങ് കറക്റ്റ് ആവും. ഭാഗ്യം കിട്ടിയെന്ന് വെച്ചു. ഓക്കെ നല്ലൊരു റണ്ണ്. ബെറ്റിസ്റ്റൂട്ട. ഗൈസ് ബെക്കൻ ബോവർ ഇൻ പൊസിഷൻ. ബെക്കൻ ബോവറിൻ്റെ വക ഒരു മാച്ചപ്പ് നമ്മളിവിടെ കണ്ടപ്പോൾ നമ്മുടെ നിന്ന് പന്ത് പോയി. ഓക്കെ സൺ ഹ്യൂങ്മിൻ, ജിയോർജിയോ കെല്ലിനിൻ്റെ വക നല്ലൊരു മാർക്കിംഗ്. ഓക്കെ സ്കോൾസ്. കൈസേഡോൻ്റെ വക മിസ് പാസ്. കൈസേഡോ. ഓക്കെ സൺ ഹ്യൂങ്മിൻ. ഓക്കെ ലൂയിസ് സുവാരസ്. സൺ ഹ്യൂങ്മിൻ. ഓക്കെ ഗൈസ് 13. ഞാൻ ഗോളായിരുന്നു ഉള്ളിൽ കൂടെ പോയിന്ന്. നമ്മുടെ വലിയ വർക്കാൻ പണി ചെയ്തിട്ടുണ്ട്. ഓക്കെ അവന് അനുകൂലമായൊരു കോർണർ വരികയാണ് ഗൈസ്. കോർണർ ഇസ് ഓൾവേസ് ഡേഞ്ചറസ്. ക്ലിയർ ചെയ്യണ്ടായിരുന്നു. ക്ലിയർ ചെയ്തില്ല. എടുക്ക്. കുത്തിക്കൊണ്ടേ ഹാളൻഡ്. ഞാൻ ഹാളൻഡിന് വെച്ച ബോൾ എങ്ങനെ അങ്ങോട്ട് പോയേ? ഓക്കെ മെസ്സിയുടെ ഭാഗ ഇല്ല ഗൈസ്. സേവ്. നല്ലൊരു എണ്ണം പറഞ്ഞ ബോളായിരുന്നു വന്നത്. നമ്മുടെ ഒലിവർ ഖാൻ ഇൻ പൊസിഷൻ. ഒലിവർ ഖാൻ സെറ്റാണ്ടോ ഗൈസ്. ഈ ഒലിവർ ഖാൻ 106ൻ്റെ സെറ്റ് കീപ്പറാണ്. അന്ന് വന്ന ഒലിവർ ഖാൻ അത്ര അങ്ങോട്ട് പോരാന്നാ കേട്ടെ.
ഇത് കഴിഞ്ഞിട്ട് ഒരു ഒലിവർ ഖാനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് തന്നെ. അത് അത്ര പോരാന്നാണ് കേട്ടത്. ഈ ഒലിവർ ഖാൻ സെറ്റ് കളിയാണ് കേട്ടോ ഗൈസ്. ഈ ഒലിവർ ഖാൻ്റെ പറയാലോ. ഓക്കെ, ശെവച്ചെങ്കോയിലേക്ക് ഒരു എണ്ണം പറഞ്ഞ ബോൾ. റോഡ്രി. ഓക്കെ, റോഡ്രീൻ്റെ പന്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഹാളൻഡ്. ഓക്കെ, പന്ത് പോയി ഗൈസ്. ഡബിൾ പ്രഷറൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, മെസ്സി. ഓക്കെ, ശെവച്ചെങ്കോ ഗോൾ. ഗൈസ് കിട്ടിയില്ലോ ഗൈസ്. പണി കിട്ടി. ഗോൾ കിട്ടി ഗൈസ്. ഇനി അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഗോൾ ആദ്യം നമ്മൾ ഒരിക്കലും മേടിക്കാൻ പാടില്ലായിരുന്നു. അത് മെസ്സി വെച്ചാൽ നല്ല പാസിങ്ങാണ് ഗൈസ്. മെസ്സിയുടെ പാസിങ്ങിന് മുട്ടാൻ ആരുമില്ല. കെല്ലിനി പണി തരല്ലേ. കെല്ലിനി പണി തന്നേനെ കേട്ടോ ഗൈസ്. കോസ്റ്റ ഡ്രിബിൾ ചെയ്യണം ഗൈസ്. നാണക്കേട്. ഓക്കെ, മെസ്സി ഗോൾ. ഗൈസ് അവൻ നല്ല സ്കില്ലൊക്കെ കെട്ട് കളിക്കുന്നു ഗൈസ്. ഈ കളി പോയെന്നാണ് തോന്നുന്നത്. 6 കളിയുടെ അൺബീറ്റൻ സ്ട്രീക്ക് നമ്മുടെ നിന്ന് പോകുന്നതാണ് തോന്നുന്നത്. ഒരു അറ്റാക്ക് ലെവൽ കൂട്ടാല്ല, അങ്ങനെ ഗോളടിക്കാൻ നേരം കിട്ടില്ല. ഹാളൻ്റെ ഉന്തി തള്ളി അടിക്ക്. ഓക്കെ, 1 നമ്മളവരെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ്റെ നെറ്റ് പോയി. അപ്പോൾ നമുക്ക് കംബാക്ക് അടിക്കാനുള്ള അവസരം ഇനിയുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. അവന് നെറ്റ് തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കൈസേഡൊക്കെ കിട്ടിയില്ല. കൈസേഡ് ഇത്ര ഫോമല്ല എന്നുകൊണ്ട് ഇന്നത്തെ കളി. ഓക്കെ, മെസ്സിയാണ് സീൻ ഗൈസ് ഈ കളി. നല്ലൊരു മാച്ചപ്പ് കേട്ടോ. ശെവച്ചെങ്കോ, ലൂയിസ് സുവാരസ്, ശെവച്ചെങ്കോ. ഓക്കെ, നല്ലൊരു അറ്റാക്ക്. ഒരെണ്ണം പറഞ്ഞ ബോൾ വരാൻ ചെന്നാൽ അടിപൊളി കളിക്കായിരുന്നു. ഗൈസ് അത് കിട്ടിയതായിരുന്നു. കുഴപ്പമില്ല. 2-1 കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പിടിക്കാന്നുള്ളൂ. 2-0 ഞാൻ ചില കുറച്ച് പ്രശ്നമുള്ളൂ. ഓക്കെ, നമ്മുടെ ലിയാൻഡ്രോ ട്രൊസാർഡ് വരുന്നു, റൗൾ വരുന്നു, ഡൊണാഡോണി വരുന്നു, നഗോട്ടോമോ വരുന്നു, അക്കഞ്ചി വരുന്നു. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു നമ്മൾ. ഡിഫെൻസീവ് ഫോർ അക്കഞ്ചി, ഡിഫെൻസീവ് ഫോർ നഗോട്ടോമോ. ഡിഫൻസ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഗൈസ് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ. ഇത് മാത്രമേ ഈ 2 മാത്രമേ കൊടുക്കുള്ളൂ. 4 കൊടുക്കുന്നില്ല, ഈ 2 മാത്രമേ കൊടുക്കുള്ളൂ ഞാൻ. ഓക്കെ, നമുക്ക് അറ്റാക്ക് ലെവൽ കൂട്ടിയിടാം. എന്താ വെച്ചാൽ സെക്കൻഡ് ഹാഫ് ആയില്ലേ, ഇനി ചിലപ്പോൾ നേരം കിട്ടില്ല ചിലപ്പോൾ അടിക്കാൻ. ഓക്കെ, ഗൈസ് എണ്ണം പറഞ്ഞ ടാക്കിളായിരുന്നു കേട്ടോ ഗൈസ്. അത് എന്തായാലും കിട്ടണതായിരുന്നു നമുക്ക് ഏകദേശം. ഓക്കെ, ബറേസി തന്നെ ചതിക്കില്ല ഗൈസ്. ബറേസി നമ്മുടെ മണിമുത്ത്. പോയി പന്ത് പോയി. അത് വെറുതെ അടിച്ച പോലെ ആയില്ല. അത് തിരിയിൽ മറിഞ്ഞാലും ചെയ്തില്ലേ. കുഴപ്പമില്ല. കളിക്ക്. കമ്പൊക്കെ അടിക്കണം നേരമുണ്ട് കേസ്. ഇപ്പോഴും ഉണ്ട് നേരമൊക്കെ ഉണ്ട്. ഓക്കെ, കിട്ടിയില്ലല്ലേ. അതും കിട്ടിയില്ലേ. ഇത് കിട്ടി. ആ ഷോട്ട് കുഴപ്പമില്ല. കോർണറിൽ ഞാനൊരു കിങ്ങാണ് ഗൈസ്. കോർണർ ഗോൾ എന്തായാലും അടിക്കാം നമുക്ക്. കോർണർ അടിക്കാൻ ശരിക്കും നല്ല സുഖം പോലെയാണ് ഗൈസ്. കോർണർ ഗോള് റൗളിനെ വെച്ചടിപ്പിക്കുക. ഇങ്ങനെ വെച്ചടിപ്പിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ വെക്കണം. എന്നിട്ട് 6 യാർഡ് ബോക്സ് കൊടുക്കുക. ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഒരു കൊടുക്കുക. ഇനി വന്ന് കുത്തിയോളും ആരെങ്കിലും. കുത്തിയതായിരുന്നു ഗൈസ്. വേറെ മേടിച്ച് അൺലക്കിയടാ. ഈ കളി അൺലക്കിയാ. അപ്പോൾ ജയിക്കില്ലേ നമ്മൾ. അൺലക്കി കളികൾ നമ്മൾ ജയിക്കില്ലേ. നല്ല സാധനമായിരുന്നു. ഡീൻ ഹ്യൂക്സൺ വന്നതായിരുന്നു. 57 മിനിറ്റ് കമ്പാക്ക് അടിക്കണം. നേരമുണ്ട്, കുഴപ്പമില്ല. അടിക്കാനുള്ള നേരമൊക്കെ ഉണ്ട്. ബറേസിക്ക് ഹെഡിങ് മാത്രം കുറച്ച് മോശമാണ് ഗൈസ്. അത് മാത്രമേ എനിക്ക് ബറേസിനോട് കുറച്ച് പ്രശ്നമുള്ളൂ. പക്ഷെ എന്തായാലും ബറേസി നിലത്തി കൂടെ കിടത്തില്ലുണ്ടോ ഗൈസ്. അടി കൂടെ ബറേസി. ഓക്കെ, പന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ട്രൊസാർഡ്. ഗൈസ് കേസിയോൻ കിട്ടിയില്ലേ. പൊട്ടി. ഗൈസ് കിട്ടി. അക്കഞ്ച് നോക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ കളി ഏകദേശം തീരുമാനമായിട്ട് ഗൈസ്. അപ്പോൾ തോറ്റുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഒരു കളിയല്ലേ, തോൽക്കും. കളികളായ തോൽക്കൊക്കെ ചെയ്യും ഗൈസ്. പോയി വീണ്ടും കിട്ടിയെന്നുണ്ട്. ഇല്ല, കിട്ടി. കുഴപ്പമില്ല. ഇനി നേരം നഗാട്ടോമോ നല്ലൊരു ബോൾ വെക്കണ്ട. നഗാട്ടോമേ ഓക്കെ. ബറേസി കണ്ടോ ഗൈസ്. ബറേസി നിലത്തി കൂടെ അത്ര സീനാണ്.
ഡീൻ ഹ്യുക്സണും നല്ല ലെങ്ത് ഒക്കെ ഉള്ളവരുണ്ട്, കാലൊക്കെ നല്ല വലിപ്പല്ലേ ഹ്യുക്സണിൻ്റെ ഒക്കെ. ഓക്കെ, കൈസയുടെ ഇന്ന് മോശമായി കളിച്ചതെന്നുണ്ട് കേട്ടോ ഈ കളി. ഓക്കെ, ലിയാൻഡ്രോ ട്രൊസാർഡ് അവൻ നല്ല ഡിഫെൻഡിങ് ആണ് ഗൈസ്. ഓഫ് സൈഡ്. ഈ കളി പൊക്കോട്ടെ ഗൈസ്, ഒരു കളിയല്ല അതൊക്കെ തോൽക്കും, കളികളായി തോൽക്കും നമ്മൾ, കുഴപ്പമൊന്നുമില്ലേ. 39% അല്ലേ? എത്ര മിനിറ്റായി? 20 മിനിറ്റ് ആയില്ലേ? ലെങ്ത്ത് കൂടിയുണ്ട്. അവൻ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ആയിരിക്കും ഇറക്കിയിട്ടുണ്ട്. എന്തിനാ ഈ നേരത്തെ ഇറക്കണം? എന്തായാലും അവൻ ജയിക്കറേന്ന് ഏകദേശം ഉറപ്പാണ്. പിന്നെ ഈ നേരത്തൊക്കെ എന്തിനാ ഇറക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കിന്നഗാട്ടോമോ, നമ്മുടെ റോബർട്ടോ ഡൊണാഡോണി, സനേറ്റിയുടെ ക്രോസ്. ഓക്കെ, അക്കഞ്ചി ഇത് നന്നായി നിന്നോട്ടോ കഴിച്ചു. അക്കഞ്ചി സീനൊന്നുമില്ല കഴിച്ച. അത് നേരത്തെ അത് ആരായാലും നല്ലൊരു പിടിച്ച് നിന്നതായിരുന്നു. ഞാൻ ടേണൊക്കെ ചെയ്ത് കഴിഞ്ഞ എപ്പോഴേ കഴിഞ്ഞു. പക്ഷെ അവൻ പന്ത് കളയണ്ടെന്ന് വെച്ചിട്ട് അവൻ പിടിച്ച് നിന്നൊക്കെ ചെയ്തു. അവൻ ഡിഫെൻഡിങ് അവൻ നൈസാട്ടോ കഴിച്ചു. അവൻ കടത്തല്ലേ, അവൻ്റെ നെറ്റ് പോയിട്ടുണ്ട്. ട്രൊസാർഡ് റണ്ണെടുത്ത ട്രൊസാർഡ്, അവൻ്റെ നെറ്റ് നന്നായി പോയിട്ടുണ്ട്. അവൻ എന്നിട്ടും പന്തെടുത്ത് ഗൈസ്. ഞാൻ എന്ത് പൊട്ട കളിയാപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേക്കണം എൻ്റെ കളിയുടെ ഒരു പെർഫോമൻസ്. ഓക്കെ, അതും പൊട്ടിയേ. നഗാട്ടോമോക്ക് ഇതാരാ? ഇപ്പം നൈസ് കളിയാലോ. ബറേസ് കണ്ടോ ഗൈസ്? ബറേസ് നമ്മുടെ വിശ്വസ്തൻ. ബറേസിൻ്റെ നൈസ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കന്നവേറോനെ എനിക്ക് ഇഷ്ടമായിരുന്നു. കന്നവേറ പക്ഷെ എൻ്റെ ഇല്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കന്നവര ഓപ്പോണൻ്റായി വരുമ്പോൾ നല്ല പുകയിലെ കിടത്തുക, നല്ല ഒടുക്കത്തെ സ്പീഡ് പോലെ കന്നവര നമ്മളെ ബാക്കിൽ നിന്നൊക്കെ പിടിക്കും കേസ്. ഓക്കെ, തോറ്റിട്ടുണ്ട് കേസ്. ഓക്കെ, ഓൾവേസ് 4 സൈഡ് അപ്പോൾ നമ്മൾ തോറ്റു കേസ്. അത് ഭയങ്കര മോശമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറും കൂടി ചെയ്യുക കേസ്. എല്ലാവരോടും പറയാം, ഞാൻ യൂട്യൂബറൊക്കെ കൂടി ഉണ്ട്, അപ്പോൾ എല്ലാവരും സബ് അടിക്കാൻ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.